ഈ സർക്കാർ പിടിച്ചതൊരു വലിയ മത്സ്യത്തെയാണ്. പക്ഷെ ആ മത്സ്യം എടുത്ത് കരക്കടിപ്പിക്കാനും വയ്യ, കടലിൽ വിടാനും വയ്യ. അതാണ് അവസ്ഥയല്ലേ ചിന്ത? ഒരിക്കലും അല്ല. ഏത് വലിയ മത്സ്യമാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് ഒരു ഭയമോ ഒരു പ്രത്യേക താല്പര്യമോ ഉള്ളൊരു ഗവൺമെൻറ് അല്ല ഇത്. അത് എത്രയോ കേസുകളിലൂടെ എത്രയോ ഇടപെടലുകളിലൂടെ പൊതുസമൂഹത്തിനും കേരളത്തിനും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പലരും ആശങ്കയോടുകൂടി ഇനി എന്താകുമെന്ന് നോക്കിയിരുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ മാധ്യമങ്ങൾ പോലും എന്താകും, ഇനി എന്ത് സംഭവിക്കും, അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ വലിയ ഇത് കൊടുക്കുന്ന സമയത്തൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് ഒരു തരി ചാഞ്ചാട്ടമില്ലാതെ സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുള്ള ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്. പിന്നെ ബഹുമാന്യായ ശ്രീ ലിബർട്ടി ബഷീർ അദ്ദേഹം ജസ്റ്റിസ് ഹേമയിൽ നിന്നും എഴുതി വാങ്ങിച്ച കത്തെന്നൊക്കെ പറയുമ്പോൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് അങ്ങനെ ഒരു കത്ത് പറഞ്ഞാൽ എഴുതി കൊടുക്കുമോ? അതിലൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു പരാമർശം എന്ത് അങ്ങനെ എഴുതി ഏറ്റവും ഒടുവിൽ സർക്കാരിന് തന്നെ അത് കൊടുക്കേണ്ടി വന്നു, കോടതി ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ഉത്തരവില്ലാതായി പോയി. പ്രസക്തി ഉണ്ടല്ലോ ഡോക്ടർ അരുൺ. എന്താണ് കത്തിന് പ്രസക്തി? ഒരിക്കലും അല്ല. കത്തിന് പ്രസക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൊടുക്കുന്ന നിമിഷം അതിൽ എന്തെങ്കിലും എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ആ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതിനുശേഷം ആ കമ്മിറ്റിയിലെ ഒരാൾക്കും ഒരു റിപ്പോർട്ടും സർക്കാരിന് സാങ്കേതികമായി കൊടുക്കാൻ കഴിയില്ല. അത് ഞാനും ചിന്തയൊക്കെ കൊടുക്കുന്ന പോലെ വില മാത്രമേ അതിനുള്ളൂ. അല്ല, കത്ത് റിപ്പോർട്ടിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കത്ത് ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നൽകുമ്പോൾ അത് സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഒരു ഗവൺമെന്റിന് നടപടികൾ സ്വീകരിക്കാൻ വിവരാവകാശ കമ്മീഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ച് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടി. അതിനു മുമ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങൾ അതിനെക്കുറിച്ച് കൂടി പറയണം. അല്ല, അന്ന് ഇതേ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. വിവരാവകാശ കമ്മീഷൻ സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ കൊടുത്ത മറുപടി നോ എന്നായിരുന്നു ആദ്യം. കാര്യം അത് ഈ കത്തിനെ ചൂണ്ടിക്കാണിച്ച അതാണ് അപകടം. അതാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ തിരുത്തിയതും കോടതിയിലൊക്കെ പോകുന്ന സമയത്തിൽ സർക്കാരിന് തിരിച്ചടി നേരിടും. അത് പോട്ടെ, അത് 4.5 വർഷക്കാലം സർക്കാർ അതിലൊന്നും ചെയ്തില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് കോടതി തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. കാര്യം അതിൽ ഒരു നടപടി എന്നുദ്ദേശിച്ചത് ചലച്ചിത്ര നയരൂപീകരണ സമിതി വെച്ചു. കോൺക്ലേവ് നമ്മൾ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ചു, 4.5 വർഷമായി. അതിനിടയ്ക്ക് എത്ര സിനിമകൾ പുറത്തിറങ്ങി, എത്ര നടിമാർ അഭിനയിച്ചു. അല്ല, ചലച്ചിത്ര നയരൂപീകരണ സമിതി അതിൻ്റെ ഭാഗമായി വെച്ചു. പക്ഷേ ഇൻഡിവിജ്വലായി ഒരു പരാതി നൽകാൻ ആരും മുമ്പോട്ട് വരാത്ത ഘട്ടത്തിൽ സ്വമേധയാ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള പരിമിതിയുണ്ട്. ആ പരിമിതി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മാധ്യമ വിചാരണ നടത്തിയ ഒരു പ്രസക്തമായൊരു കാര്യമായിരുന്നു. കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിലല്ലേ ഇരുന്നത്. സാംസ്കാരിക വകുപ്പ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലാണല്ലോ ഏത് നീക്കം ചെയ്യണം, ഏത് നീക്കം ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റൂ. ആ സാംസ്കാരിക വകുപ്പ് തന്നെ ഇതേ വേട്ടക്കാർക്കൊപ്പം എത്രയോ വേദി പങ്കിട്ടു. അപ്പോൾ സ്വാഭാവികമായും പരാതി കൊടുത്ത ഈ അതിജീവിതകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ മുൻപിലുള്ള വലിയ വിഷയങ്ങളല്ലേ. അവിടെയാണ് സർക്കാരിനെ കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം കോടതി ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് SIT കോടതിയാണ് രൂപീകരിക്കുന്നത്. ഇത് സർക്കാർ രൂപീകരിക്കേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ഡോക്ടർ അരുൺ പറഞ്ഞതിനകത്തൊരു വാക്കിനകത്തൊരു പ്രയാസം എന്ന് പറയുന്നത് പരാതി കൊടുത്ത അതിജീവിതകളല്ല, മൊഴി കൊടുത്തിട്ടുള്ള ആളുകളാണ്. ആരും ആ ഘട്ടത്തിൽ പരാതിയായി മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പരാതിയുമായി സ്ത്രീകൾ മുമ്പോട്ട് വരണം. ഇത്തരം വിഷയങ്ങളിൽ ഓപ്പണായി ഫൈറ്റ് ചെയ്യണം. നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ പോരാളിയായിട്ടുള്ള യുവ നടി ചെയ്തതുപോലെ ഓപ്പണായി ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് വരണം. അങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് വന്ന ഒരു പരാതി ഉയർന്നു വന്ന ആ സെക്കൻഡിൽ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കെതിരെ കർശന നടപടിയെടുത്ത് അവരെ മാറ്റി നിർത്താൻ, അവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. മറ്റത് നമ്മളൊരു വിഷയത്തിനകത്ത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണോ ചിന്തയ്ക്കുള്ളത്? ഈ SIT ഇന്നിപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനായിക്കോട്ടെ മറ്റേതെങ്കിലും സ്ത്രീ ആയിക്കോട്ടെ നമുക്കൊരു ദുരനുഭവം ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ ആ ഘട്ടത്തിൽ പരാതിയിൽ ഉറച്ചു തന്നെ നിന്ന് പോരാടണം. പോരാടുന്നതിനകത്തെങ്ങും നമ്മൾ ഒരു വിട്ടുവീഴ്ച